ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ തളർന്നു പോകാതെ നമ്മളെ താങ്ങി നിർത്തേണ്ടുന്ന ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ മനസ്സ്. പക്ഷെ അതേ മനസ്സ് തന്നെ നമുക്ക് വേണ്ടാത്ത ഓരോ ചിന്തകളും ഇങ്ങനെ കൊണ്ട് തന്ന് നമ്മളിൽ കുറ്റബോധവും, നിരാശയും, ദേഷ്യവും ഒക്കെ നിറച്ചു തന്ന് നമ്മളെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിടും. നമ്മുടെ സമ്മതമോ, അനുവാദമോ ഒന്നും മനസ്സിന് ആവശ്യമില്ല. അതിങ്ങനെ അതിന് തോന്നിയ വഴി നടന്ന് നമുക്ക് മോശമാകുന്ന രീതിയില് നമുക്ക് സന്തോഷം തരാത്ത ഓരോരോ ചിന്തകൾ അതിങ്ങനെ കണ്ടുപിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് തന്നോണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ മനസ്സ് ചെയ്തോണ്ടിരിക്കുന്നതിന് നമുക്ക് മനസ്സിനെ അങ്ങനെ പഴിക്കാൻ പറ്റില്ല. കാരണം ചിന്തിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ ഒരു പ്രവർത്തനം തന്നെ. അതായത് പ്രശ്നംന്ന് വെച്ചാല് നമ്മൾ ഈ ചിന്തകളല്ല, ഏത് തരം ചിന്തകള് എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരുന്നതാണ് നമ്മുടെ പ്രശ്നം. നല്ല സന്തോഷവും സുഖവും സമാധാനവും തരുന്ന ചിന്തകൾക്ക് പകരം മോശം ചിന്തകൾ ഉണ്ടാവുന്നിടത്താണ് നമുക്ക് ഈ ചിന്തകൾ പ്രശ്നമായിട്ടും ഒരു ഭാരമായിട്ടും ശല്യമായിട്ടും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അനുകൂലമായി നമുക്കിഷ്ടമുള്ള നമുക്ക് സന്തോഷം തരുന്ന ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിനെ പരിശീലിപ്പിക്കലാണ് ഇതിൻ്റെ പരിഹാരം. അപ്പം നമുക്ക് അനുകൂലമായി നല്ല ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിനെ എങ്ങനെ പഠിപ്പിക്കാന്ന് വെച്ചാല്, ഇപ്പം നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ആ ഒരു അവസ്ഥ മാറ്റി നമ്മുടെ മനസ്സിനെ നമ്മള് നിയന്ത്രിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാല്, അതിനാദ്യം നമ്മുടെ ചിന്തകളെ നമ്മള് ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണ്ടിരിക്കണം. എന്തൊക്കെ ചിന്തകളാണ് വരുന്നതെന്ന്. മനസ്സിനെ ഒരു കുഞ്ഞായിട്ട് നമുക്ക് സങ്കല്പിക്കുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് അതിന് തോന്നിയതൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷെ നമ്മളതിനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കില് അത് ഏത് വഴി പോകുന്നു, എന്ത് തെറ്റാണോ ചെയ്യുന്നത്, വേണ്ടാത്ത കാര്യമാണോ ചെയ്യുന്നത്, അപകടത്തിലേക്കാണോ പോകുന്നത്, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നേരെ ആ ആ കുഞ്ഞിനെ നേരെ വഴി കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മള് ശ്രദ്ധിച്ചോണ്ടിരിക്കണം. ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന അതേ കാര്യത്തില് തന്നെ അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മള് നമ്മുടെ മനസ്സിനെയും എപ്പഴും ശ്രദ്ധിച്ചോണ്ടിരിക്കണം. അങ്ങനെ നമ്മള് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഒന്നെങ്കിലും നമ്മുടെ ചിന്തകള് നമ്മക്ക് ഒരു ഒരു ഫീലും തരാത്ത ഏതെങ്കിലും ചിന്തകളായിരിക്കും. ദേഷ്യവും ഉണ്ടാവൂല, സന്തോഷവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീല് തരാത്ത ചിന്തകളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യവും, ഇറിറ്റേഷനും ഉണ്ടാക്കുന്ന ചിന്തകളുണ്ടാവും. അപ്പൊ ഈ പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമോ, ഫീലോ ഒന്നും ഇല്ലാത്ത ചിന്തകളാണെങ്കിലും നമ്മൾ ആ മനസ്സിനോട് ആ സമയം പറയാ, ഈ ചിന്തകൾ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല. വെറുതെ എൻ്റെ സമയം കളയുന്ന ഒരു ചിന്ത മാത്രാ ഇത്. അതുകൊണ്ട് ഇനി ഇത് വേണ്ട മനസ്സേ. ഇനി നീ ഇത് കൊണ്ടുവരണ്ട എന്ന് കാര്യമായി ആ മനസ്സിനോട് ആ സമയത്ത് പറയണം. അപ്പൊ ആ സമയത്ത് ആ ചിന്തകള് പോവും. പക്ഷെ പിന്നെ വേറൊരു സമയത്ത് വീണ്ടും ഇങ്ങനെ അതേ ചിന്തകള് കൊണ്ടുവരും. ആ സമയത്തും ഇതുപോലെ തന്നെ പറയണം. ഇങ്ങനെ ഒരു 3, 4 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ പിന്നെ ആ ചിന്തകള് അങ്ങനെ വരൂല. നമ്മള് പിന്നെ അത് മറന്നേ പോവും ആ ചിന്തകള്. പിന്നെ വേറെ ടൈപ്പ് ചിന്തകളുണ്ട്. അതായത് നമുക്ക് ആഹ് പണ്ടെപ്പോഴെങ്കിലും ഉണ്ടായ വിഷമോ, ആരിലെങ്കിലും നിന്ന് നമുക്കുണ്ടായ ഒരു വേദനേന്റെയോ, ഒരു നഷ്ടത്തിന്റെയോ ഒക്കെ ഏഹ് ചിന്തകളായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ബുദ്ധിമോശത്തിൽ നമുക്കുണ്ടായ നഷ്ടങ്ങളോ, വിഷമങ്ങളോ ഒക്കെ ഓർത്തിട്ടുള്ള കുറ്റബോധവും, നിരാശയും, വിഷമവും ഒക്കെ തരുന്ന ചിന്തകള്. ഇങ്ങനത്തെ ചിന്തകള് നമ്മളെ മനസ്സിനെ എപ്പഴും പുകച്ചുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ നീറിയിരിക്കുന്ന സമയത്ത് കണ്ണാടി പോയിട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു അശാന്തമായ ചിന്തകൾ വരുന്ന സമയത്തുള്ള ആ മുഖഭാവം കണ്ടാല് നമുക്ക് പ്രകടമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ ചിന്തകൾ കൊണ്ട് നമുക്ക് എത്രമാത്രം ഏഹ് ശരീരത്തിന് തന്നെ എത്രമാത്രം അത് ബാധിക്കുന്നുണ്ടെന്ന്. അപ്പം നമുക്കിനി കഴിഞ്ഞ കാലത്ത് പോയി മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തിനെയും മനഃശാന്തിനെയും ബാധിക്കും, മോശമായി ബാധിക്കുന്നല്ലാതെ അതുകൊണ്ട് വേറെ ഒരു പ്രയോജനവുമില്ല. നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം മൊത്തം ഇത് ഊറ്റിക്കളയും. വേറെ ഒരു ഫലം ആ ചിന്തകൾ കൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആ ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആ ചിന്തേനെ മാറ്റിക്കളഞ്ഞേ പറ്റൂ. അപ്പൊ ഈ തരത്തിലുള്ള ചിന്തകൾ വരുമ്പം നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് അതിനോട് ഇനി വരണ്ട, അത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചിന്തകൾ അങ്ങനെ വീണ്ടും വീണ്ടും വരാതിരിക്കൂല. അത് പിന്നെയും പിന്നെയും വരാൻ മാത്രമേ അത് വഴിവെക്കൂ. അപ്പൊ ഇത്തരം ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ മനസ്സിനെ നമ്മൾ വേറൊരാളായി സങ്കല്പിക്കണം. അതായത് വേറൊരാള് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം നമ്മളോട് പറയുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം.
വേറൊരാളിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കുണ്ടായ ദുഃഖാണെങ്കില് നമ്മള് മനസ്സിനോട് പറയണം. ആഹ് ആർക്കായാലും ഇത്തരം ഒരു പെരുമാറ്റം അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ദുഃഖം മാത്രമേ നിനക്കും ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ദുഃഖിച്ചോണ്ട് നടക്കുന്നത് വിഡ്ഢിത്താണ്. കാരണം ആരാണോ ഈ തെറ്റായ പ്രവൃത്തി ചെയ്തത് അവരാണ് വിഷമിക്കേണ്ടത് എന്ന് ഇങ്ങനെ മനസ്സിനോട് പറയാ. അതിനുശേഷം നമ്മള് ചെയ്യേണ്ടത് നമ്മളിപ്പ അത് ഓർത്ത് വിഷമിക്കുമ്പോഴുള്ള ആ ഒരു ഹൃദയത്തിന്റെ ഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത് നമുക്കനുഭവപ്പെടുന്ന ആ ഒരു നീറ്റല്, അതിങ്ങനെ നമ്മള് കയ്യിലിങ്ങനെ എടുത്ത്, നമ്മളെ ആ വേദനിപ്പിച്ച ആളിന്റെ കയ്യിലോട്ട് ഇപ്പം വെച്ച് കൊടുക്കുന്നതായി നമ്മളിങ്ങനെ സങ്കൽപ്പിക്കണം. എന്നിട്ട് നമ്മളുടെ ആ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം വന്ന് നിറയുന്നത്, ശാന്തി വന്ന് നിറയുന്നത് നമ്മളിങ്ങനെ ഒരു 3, 4 സെക്കൻഡ് നമ്മളത് തന്നെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കണം. ആ സമയത്ത് നമുക്കൊരു വല്ലാത്ത ഒരു ശാന്തത അനുഭവപ്പെടും. പിന്നെ വീണ്ടും എപ്പോഴെങ്കിലും ആ ചിന്തകള് വരുവാണെങ്കില് അപ്പഴും നമ്മൾ ഇത് തന്നെ ചെയ്താ മതി. അങ്ങനെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു 2, 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്താ തന്നെ പിന്നെ ആ ചിന്തകള് വരില്ല. പിന്നെ ഇങ്ങനത്തെ ചിന്തകള് നമ്മളെ ശല്യപ്പെടുത്തൂല. ശല്യപ്പെടുത്തൂലാന്ന് മാത്രല്ല, ഈ ഈ ആ ഒരു സംഭവങ്ങള് നമ്മളെന്തായാലും ഓർക്കുവല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തില്. അങ്ങനെ ഓർക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യമോ, വെറുപ്പോ, സങ്കടമോ അങ്ങനെ യാതൊരു ഫീലും പിന്നെ നമുക്കുണ്ടാവൂല. പിന്നെ ചിലപ്പം നമ്മളെ മനസ്സിലിങ്ങനെ വരുന്ന ചിന്തകള് നമ്മൾക്ക് പണ്ട് പറ്റിപ്പോയ ഏതെങ്കിലും ഒരു തെറ്റോ, വീഴ്ചയോ എന്തെങ്കിലും ആയിരിക്കും. അതായത് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, "അന്ന് അങ്ങനെ ചെയ്യായിരുന്നു." അല്ലെങ്കിൽ "അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു." എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ചിന്തകളുണ്ട്. അങ്ങനത്തെ ചിന്തകള് വരുമ്പം നമ്മള് എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാല്, നിന്റെ ഇതേ സാഹചര്യങ്ങളിലുള്ള വേറെ ഏതൊരാളും എന്താണോ ആ ഒരു സന്ദർഭത്തിൽ ചെയ്യാ, അത് മാത്രമേ നീയും ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. മനസ്സിനെ നമ്മള് നിയന്ത്രിച്ച് നേർവഴിക്ക് കൊണ്ടുവരുന്ന സമയത്ത് മനസ്സ് നമുക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിരിക്കും. അങ്ങനെ ആവുമ്പം നമ്മൾക്ക് മനസ്സിന് അനുഭവപ്പെടുന്നത് സന്തോഷവും, സുഖവും, ശുഭാപ്തി വിശ്വാസമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് മനസ്സിനെ ശ്രദ്ധിക്കാതിരുന്നാല് അത് അതിന് തോന്നിയ വഴി പോവും. ഒരു ശത്രുവിനെ പോലെ നമ്മളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അതുകൊണ്ട് ചിന്തകളെ നല്ല രീതിയില് ശ്രദ്ധിക്കുക. നമുക്ക് വിജയവും സമാധാനവും നേടാൻ വേണ്ടി നമ്മള് നമ്മുടെ ചിന്തകളെ എപ്പോഴും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക.